തീർച്ചയായും ഇവിടെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ രാജ്യം അതീവ ജാഗ്രതയോടെ മുന്നോട്ട് പോകുന്ന മണിക്കൂറുകളാണ്. ഒരു ഭീകരാക്രമണത്തിന് രാജ്യം നടുക്കത്തോടെ അത് നേരിടുമ്പോൾ തന്നെയാണ് മറ്റിടങ്ങളിൽ കൂടി അത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കുക എന്നത്. ഇവിടെ കിരൺ, തീർച്ചയായും ഇന്ത്യയെപ്പോലൊരു രാജ്യത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ എപ്പോഴൊക്കെ ഇന്ത്യയുടെ സമാധാനാന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, ഇത്തരം ഭീരുത്വം ഇന്ത്യയോട് കാണിച്ചിട്ടുണ്ടോ, അപ്പോഴെല്ലാം ഇന്ത്യ അതിന് മറുപടി നൽകിയിട്ടുണ്ട് എന്നത് ചരിത്രത്തിൽ വ്യക്തമാണ്. പുൽവാമയിൽ നടന്നിട്ടുള്ള ഒരു ആക്രമണത്തിന് ശേഷം ഒരുപക്ഷെ ഇത്രയധികം ആളുകൾ മരണപ്പെടുന്ന, അതും ആക്രമണത്തിന്റെ സ്വഭാവം അങ്ങേയറ്റം നീചമാണ്. പേര് ചോദിച്ച്, അവരുടെ മതവും ജാതിയും ഒക്കെ ചോദിച്ച് ഇത്തരത്തിലൊരു ഭീകരാക്രമണത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. അവിടെ തിരിച്ചടി എന്നത് മാത്രമായിരിക്കുമോ, നയതന്ത്ര തലത്തിലടക്കമുള്ള പ്രധാനപ്പെട്ട നീക്കങ്ങൾ പാകിസ്ഥാൻ എന്ന രാജ്യത്തെ എങ്ങനെയൊക്കെ ഒറ്റപ്പെടുത്താൻ സാധിക്കുമോ? നമുക്കറിയാം, ഇത്തരത്തിലുള്ള ഭീകരപ്രവർത്തനങ്ങൾ തുടരുമ്പോൾ പോലും ഒരു സഹോദര രാജ്യം എന്ന തരത്തിലുള്ള കരുതൽ എപ്പോഴും ഇന്ത്യ നൽകി പോരാറുള്ളതാണ്. അപ്പോഴും ഇത് ആവർത്തിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെയെങ്കിൽ അത്തരം നീക്കങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഇസ്ലാമാബാദിലെ ഹൈക്കമ്മീഷനെ പിൻവലിക്കുന്നത്, സിന്ധു നദീജല കരാറിൽ നിന്ന് പിൻവാങ്ങുന്നത്, നയതന്ത്ര ബന്ധങ്ങൾ അവസാനിപ്പിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള കടുത്ത തീരുമാനങ്ങൾ പോലും ഉണ്ടായേക്കും എന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ടല്ലോ കിരൺ. അഭിലാഷ്, സ്വാഭാവികമായും ഇന്ത്യയെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ മാത്രം നമ്മൾക്ക് നേരെ ഒരു അടിയുണ്ടായി, അതുകൊണ്ട് പെട്ടെന്ന് ആയുധം കൊണ്ട് തിരിച്ചടിക്കുക, അങ്ങനെ മാത്രമല്ല ഇന്ത്യ ഈ വിഷയത്തെ കാണുന്നത്. കാരണം ഈ കാശ്മീരിലെ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെ ഉണ്ടായ വിഷയമല്ല, അത് പതിറ്റാണ്ടുകൾക്ക് പഴക്കമുള്ള വിഷയമാണ്. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധയിലുള്ള വിഷയമാണ്. ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ ഭീകരർക്കെതിരെ അല്ലെങ്കിൽ ഭീകരതയ്ക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. ഈ ഒരു ഘട്ടത്തിൽ ഒരു രാജ്യം തന്നെ, പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം തന്നെ ഭീകര സംഘടനകൾക്ക് പ്രോത്സാഹനം നൽകുന്നു, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ മണ്ണ് ഭീകരർക്ക് പരിശീലനത്തിനായി വിട്ടു നൽകുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ട മറ്റ് സഹായങ്ങളെല്ലാം പാകിസ്ഥാൻ സേന നൽകുന്നു തുടങ്ങിയ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ലോകരാജ്യത്തിന് മുന്നിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഇത് ആവർത്തിച്ച് ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്താനും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനും ഇന്ത്യയുടെ പിന്തുണ ശക്തമാക്കാനും നയതന്ത്ര തലത്തിൽ ഇന്ത്യക്ക് അത്തരമൊരു നീക്കം കൂടി സമാന്തരമായി ഇന്ത്യ ആരംഭിച്ചിട്ടുണ്ട്. അത് ഔദ്യോഗികമായി ചിലപ്പോൾ അത് പുറത്തു പറയണമെന്നില്ല, പക്ഷേ ഏത് രാജ്യവും സ്വാഭാവികമായും അത്തരമൊരു നീക്കം കൂടി നടത്തും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ആക്രമണത്തിന് വേണ്ടി ഭീകരർ തിരഞ്ഞെടുത്ത സമയത്തിന് തന്നെ വലിയൊരു പ്രത്യേകതയുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ഒരു ആയുധ ബലത്തിലുമൊക്കെ നിൽക്കുന്ന പ്രധാനപ്പെട്ട രാജ്യം എന്നൊക്കെ പറയുന്ന അമേരിക്കയുടെ വൈസ് പ്രസിഡന്റും കുടുംബവും ഇന്ത്യയിൽ ഉള്ള സമയമാണ് ഭീകരർ കൃത്യമായി തന്നെ ഈ ആക്രമണത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത്. അമേരിക്ക മുൻകാലങ്ങളിലൊക്കെ പാകിസ്ഥാനെ ഒരു തരത്തിൽ സഹായിക്കുകയോ അല്ലെങ്കിൽ പാകിസ്ഥാനോട് അനുഭാവപൂർവ്വമായ നിലപാടൊക്കെ പലപ്പോഴും സ്വീകരിച്ചിരുന്ന ഒരു രാജ്യം കൂടിയാണ്. പക്ഷേ അമേരിക്ക ഇപ്പോൾ കഴിഞ്ഞ കുറെ കാലമായി ഇന്ത്യയുമായി വളരെ ചേർന്ന് നിൽക്കുകയും പാകിസ്ഥാന്റെ ഇത്തരം നീക്കങ്ങളെ, ഭീകരതയെ അനുകൂലിക്കുന്ന നീക്കങ്ങളെ പരസ്യമായി തള്ളിപ്പറയുകയും ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാനുള്ള സഹായമൊക്കെ നിർത്തിവെക്കുകയും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടം കൂടിയാണ്. അതോടൊപ്പം തന്നെ മറ്റൊന്ന്, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യയിൽ സന്ദർശനം നടത്തുകയായിരുന്നു. കശ്മീരിന് മേലുള്ള പാകിസ്ഥാന്റെ അവകാശവാദത്തെ സൗദി അറേബ്യ പിന്തുണയ്ക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിനെ പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു നിലപാടിലേക്ക് സൗദി അറേബ്യ മാറുന്നു. സൗദി അറേബ്യ ഇന്ത്യയുമായി കൂടുതൽ അടുക്കുന്നു. അങ്ങനെയുള്ള രണ്ട് രാജ്യങ്ങളുമായി, ഒരു രാജ്യത്ത് സൗദി അറേബ്യയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നിൽക്കുന്നു, അമേരിക്കൻ വൈസ് പ്രസിഡന്റും കുടുംബവും ഇന്ത്യയിൽ നിൽക്കുന്നു. ഈ സമയം തന്നെ കൃത്യമായി പാകിസ്ഥാൻ ഈ ആക്രമണത്തിന് തെരഞ്ഞെടുത്തുവെങ്കിൽ, അല്ലെങ്കിൽ ഭീകരർ ഈ ആക്രമണം തെരഞ്ഞെടുത്തുവെങ്കിൽ, ഈ രണ്ടു രാജ്യങ്ങളും പാകിസ്ഥാനോടും ഇന്ത്യയോടും ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാടുകൾ കൂടി അതിൽ ഏറ്റവും നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ തീർച്ചയായും അവിടെ കിരൺ ഈ സൂചിപ്പിക്കുന്നത് പോലെ ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ലോകത്തിന് മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്നത് ഏറ്റവും ഒടുവിലായി നമുക്കറിയാമല്ലോ. എത്രയോ കാലത്തിന് ശേഷം തഹാവൂർ റാണയെ പോലെ ഒരാളെ ഇന്ത്യയിലേക്ക് നയതന്ത്ര ബന്ധത്തിലൂടെ തന്നെ എത്തിക്കാൻ സാധിച്ചു. ഈ റാണയും പാക് വംശജനാണ് എന്നത് നമുക്കറിയാവുന്നതാണ്. ഇന്ത്യയിൽ നടന്ന മുംബൈ ഭീകരാക്രമണത്തിന്റെ ആസൂത്രകരിൽ, അല്ലെങ്കിൽ ആസൂത്രണത്തിന് സഹായിച്ച ഒരാളെ ഇന്ത്യയിലെത്തിച്ച് നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഇപ്പോഴിതാ ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം ഇന്ത്യക്ക് പിന്തുണയർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കിരൺ സൂചിപ്പിച്ചതുപോലെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിൽ സന്ദർശനം തുടരുമ്പോഴാണ് ഇത്തരത്തിലൊരു ഭീകരാക്രമണം ഉണ്ടാകുന്നത്. ഡൊണാൾഡ് ട്രംപ് ഇതിനെ ഇന്ത്യക്ക് വേണ്ടിയുള്ള, ഇന്ത്യ നടത്താൻ പോകുന്ന പോരാട്ടങ്ങൾക്ക് പൂർണ്ണമായി പിന്തുണ അർപ്പിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ കൃത്യമായൊരു സ്റ്റാൻഡ് ഈ ഭീകര വിഷയത്തിൽ, തീവ്രവാദ വിഷയത്തിൽ ഇന്ത്യ സ്വീകരിക്കുമ്പോൾ കൂടിയാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുന്നത് എന്നതും പ്രധാനപ്പെട്ടതാണല്ലോ.
അഭിലാഷ്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു ഭാഗത്ത് സൈനികമായി ഇതിനെ എങ്ങനെ നേരിടണം എന്നുള്ള പ്ലാൻ, മറുഭാഗത്ത് നയതന്ത്രത്തിലൂടെ എങ്ങനെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇത് ഇന്ത്യ എങ്ങനെ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ഇന്ത്യക്ക് അനുകൂലമായ ഒരു സാഹചര്യം, സാമൂഹിക സാഹചര്യം അല്ലെങ്കിൽ ലോകരാജ്യങ്ങളെ അണിനിരത്താൻ വേണ്ടിയുള്ള നയതന്ത്ര നീക്കം, ഈ രണ്ടു നീക്കങ്ങളും സമാന്തരമായി തന്നെ ഇന്ത്യ നടക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വിദേശകാര്യ വിദഗ്ധരായാലും പ്രതിരോധ വിദഗ്ധരായാലും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റുണ്ട്. ലോകത്തിന് മുന്നിൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടിയാണിത്. ഇന്ത്യക്ക് തിരിച്ചടിയാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത്, അത് ഒരു ഘട്ടം. പക്ഷേ ലോകത്തിന് മുന്നിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം എങ്ങനെയാണ് ഭീകര സംഘടനകൾക്ക് താവളമാകുന്നത്, ഭീകര സംഘടനകൾക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത്, എങ്ങനെയാണ് പാകിസ്ഥാൻ സേന തന്നെ ഭീകർക്ക് വേണ്ട ഒത്താശകൾ ചെയ്യുന്നത്, പാകിസ്ഥാനിലെ ഒരു വകുപ്പ് പോലെ, ഒരു ഭരണത്തിലെ ഒരു വകുപ്പ് പോലെ അവർ തീവ്രവാദികളെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഇത് ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്താൻ ഇന്ത്യക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അവസരം കൂടിയാണിത്. അതിനെ ആ തരത്തിൽ തന്നെ വിനിയോഗിക്കും ഇന്ത്യ. ഒരു രാജ്യത്തിന്റെ നയതന്ത്രം എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് ഒരു തിരിച്ചടി ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ ആ രാജ്യത്തെ കയറി ആക്രമിക്കുക അല്ലെങ്കിൽ രാജ്യത്തിന് തിരിച്ചടി കൊടുക്കുക എന്നത് മാത്രമല്ല, ആഗോളതലത്തിൽ ഇതിനെ എങ്ങനെ ഉപയോഗിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് അനുകൂലമായ ഒരു വലിയ സാഹചര്യം ഇപ്പോൾ തന്നെ ലോകത്ത് രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തെ പരമാവധി അനുകൂലമായി ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ ഭാവിയിലടക്കം ഐക്യരാഷ്ട്രസഭയിലും മറ്റ് ലോകവേദികളിലുമൊക്കെ കശ്മീരിന് മേൽ പാകിസ്ഥാൻ ഉയർത്തുന്ന അവകാശവാദങ്ങളിൽ പൂർണ്ണമായും രാജ്യങ്ങളെ, പ്രധാനപ്പെട്ട രാജ്യങ്ങളടക്കം ഇന്ത്യക്ക് അനുകൂലമായ ശക്തമായ നിലപാടിലേക്ക് കൊണ്ടുവരാൻ അടക്കാൻ കഴിയും. അത്തരം ഒരു നീക്കം കൂടി സമാന്തരമായി തന്നെ നടക്കുന്നുണ്ട്. ഇത്തരം ഒരു വിഷയമുണ്ടാകുമ്പോൾ ആ രാജ്യങ്ങളുമായിട്ടെല്ലാം നയതന്ത്ര ബന്ധത്തിലൂടെ ഇന്ത്യ ഇനി ഒരു തിരിച്ചടിക്ക് പോവുകയാണെങ്കിൽ തന്നെ സ്വാഭാവികമായും പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊക്കെ ഈ കാര്യങ്ങൾ അറിയിക്കുകയും അത്തരം കാര്യങ്ങളിലൊക്കെ ഇന്ത്യയുടെ ഒരു നിലപാട് ഇതാണ്, അത്തരം കാര്യങ്ങൾക്ക് നിങ്ങളുടെ കൂടി സപ്പോർട്ട് ഉണ്ടാവണം, അല്ലെങ്കിൽ അവർ എതിരായ ഒരു നിലപാടിലേക്ക് പോകരുത്, അങ്ങനെ കാര്യങ്ങൾ കൂടി സമാന്തരമായി നടക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിലെല്ലാം ഒരു ഭാഗത്തെ നയതന്ത്രപരമായ നീക്കങ്ങൾ നടക്കുന്നു, മറുഭാഗത്ത് ഇതിന് ഇന്ത്യക്ക് മേൽ ഇനിയും ഈ ഭീകരവാദികൾ മറ്റൊരു ആക്രമണം നടത്താൻ, സാധാരണഗതിയിൽ ഒരു ഭീകരാക്രമണം നടന്നാൽ തുടർ ആക്രമണങ്ങൾ കൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊക്കെ നേരത്തെ തന്നെ പദ്ധതി പ്ലാൻ ചെയ്തു തന്നെയായിരിക്കും. അത് തടയുക എന്നുള്ള വെല്ലുവിളി ഒരു ഭാഗത്തുണ്ട്, മറുഭാഗത്ത് ഇനി ഒരു തിരിച്ചടി നൽകുക എന്നുള്ള വെല്ലുവിളി. ഇത്തരം പല കോണുകളിലൂടെ ആലോചിച്ചു മാത്രം തീരുമാനിക്കേണ്ട അല്ലെങ്കിൽ നടപ്പാക്കേണ്ട, സൈന്യത്തിന് തിരിച്ചടിക്കണം എന്നൊക്കെ പറയുമ്പോൾ സൈന്യത്തിന് മുന്നിൽ പലതരത്തിലുള്ള വെല്ലുവിളികളും സാധ്യതകളും ഒക്കെ ഉണ്ട്. ഇതെല്ലാം പരിശോധിച്ച് മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയൂ. എന്തായാലും സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് 3 സൈന്യത്തിന്റെയും മേധാവിമാരുമായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തന്നെ നേരിട്ട് ചർച്ച നടത്തുന്നു. ഈ ചർച്ച നടത്തിയത് തന്നെ ഇനി സുരക്ഷാകാര്യ യോഗം അല്പസമയത്തിനുള്ളിൽ ചേരേണ്ടതുണ്ട്. ആ സുരക്ഷാകാര്യ യോഗമാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. ആ യോഗത്തിലേക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ട ഒരാൾ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയാണ് ഇക്കാര്യത്തിലുള്ള സേനയുടെ ഒരു തീരുമാനം ആ യോഗത്തെ അറിയിക്കേണ്ടത്. അതിനനുസരിച്ചായിരിക്കും ഒരു രാഷ്ട്രീയ തീരുമാനം കൂടി വരിക. വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ വിവിധ രാജ്യങ്ങൾ എടുക്കുന്ന നിലപാടുകൾ, അത്തരം കാര്യങ്ങളൊക്കെ ആ വിദേശകാര്യമന്ത്രി അറിയിക്കും. ആഭ്യന്തരമായ വിഷയത്തിൽ എങ്ങനെയാണ് ഇന്ത്യയിൽ ആഭ്യന്തരമായി കശ്മീരിനെ സംബന്ധിച്ച്, കശ്മീരിലെ ജനതയെ സംബന്ധിച്ചുണ്ടായിരിക്കുന്ന വലിയ ആശങ്ക അത് പരിഹരിക്കേണ്ടതുണ്ട്. ഇന്ത്യക്കാർക്ക് ആകെ ഉണ്ടായിരിക്കുന്ന, ഇന്ത്യക്ക് നേരെ ഉണ്ടായിരിക്കുന്ന ആക്രമണത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ആശങ്ക അത് പരിഹരിക്കേണ്ടതുണ്ട്. അതിനെ എങ്ങനെ പരിഹരിക്കാം, ഇനി തുടർന്ന് ഇന്ത്യക്കുള്ളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രൊട്ടസ്റ്റുകളോ അല്ലെങ്കിൽ അതിന്റെ വൈകാരികമായ പ്രതികരണങ്ങളോ, അതിന്റെ കാര്യങ്ങളൊക്കെ ആഭ്യന്തരമന്ത്രി, അങ്ങനെ ഓരോ പ്രധാനപ്പെട്ട വകുപ്പുകളിലെയും മന്ത്രിമാർ അത്തരം വിഷയങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഈ സുരക്ഷാകാര്യ മന്ത്രിസഭാ യോഗമാകും ഒരു അന്തിമ തീരുമാനമെടുക്കുക. ആ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അത് കൃത്യമായി ആ യോഗം കഴിഞ്ഞാലും ചില സൂചനകളോ സന്ദേശങ്ങളോ, ചിലപ്പോൾ അത് സന്ദേശങ്ങൾ ബോധപൂർവവും അല്ലാതെയും ഒക്കെ മന്ത്രിമാരും പ്രധാനമന്ത്രിയും ഒക്കെ നൽകാറുണ്ട്. ഇത്തരം കാര്യങ്ങൾ അതീവ രഹസ്യമായി ഇവർ മാത്രം അറിയുന്ന കാര്യങ്ങളാവും, അല്ലെങ്കിൽ കരസേനയുടെ മേധാവിമാരോ ഒന്നോ രണ്ടോ, അല്ലെങ്കിൽ സേനാ മേധാവിമാരോ ഒന്നോ രണ്ടോ പ്രധാനപ്പെട്ട ആളുകൾ മാത്രം അറിയുന്ന കാര്യമാവും. ഇതൊക്കെ നടപ്പായി കഴിഞ്ഞ ശേഷമാവും പലപ്പോഴും രാജ്യമോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഒക്കെ അറിയുക. നമ്മൾ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ഓപ്പറേഷനിൽ പങ്കെടുക്കുന്നവരോ അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കുന്ന ഓഫീസർമാരോ അതിന് തൊട്ട് മുകളിൽ നിൽക്കുന്ന ഓഫീസർമാരോ പോലും ചിലപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്താണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നതെന്ന് ചിലപ്പോൾ അറിയണം എന്നില്ല. ഇതൊക്കെ ഏത് രാജ്യമായാലും ഇത്തരം കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുകയും നടപ്പാക്കുകയും ഒക്കെ ചെയ്യുന്നത് അത്തരം രഹസ്യ സ്വഭാവത്തോടു കൂടിയാണ്. ഇന്ത്യക്ക് അതിനൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. ഇനി ഇന്ത്യക്ക് നയതന്ത്ര തലത്തിലും രാഷ്ട്രീയ തലത്തിലും ഇതിൽ എങ്ങനെ വേണം എന്നുള്ള തീരുമാനങ്ങൾ കൂടിയാണ്. ആ സൂചന എന്തായാലും ഈ യോഗത്തിന് ശേഷം എന്തായാലും മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ട്. മാധ്യമങ്ങളെ കാണുന്നത് ഇന്ത്യക്കാരെ അറിയിക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റു രാജ്യങ്ങൾക്ക് സന്ദേശം കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ തന്നെയാണ്. നേരത്തെ പ്രതിരോധ മന്ത്രി അങ്ങനെയൊക്കെ പ്രതികരിച്ചതും ഇന്ത്യ ദൃഢമായ ഒരു മറുപടി ഉണ്ടാവും, ആ വാർത്ത ഉടൻ തന്നെ കാണാം എന്ന് പ്രതിരോധ മന്ത്രി പറയുമ്പോൾ സ്വാഭാവികമായും അത് ഇന്ത്യക്കാർക്ക് മാത്രം കൊടുക്കുന്ന അല്ലെങ്കിൽ പാകിസ്ഥാന് മാത്രം കൊടുക്കുന്ന ഒരു സന്ദേശമല്ല. ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം ഇന്ത്യ ഇനി എന്താണ് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. അവരെല്ലാം ലോകരാജ്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഉള്ള ഒരു യുദ്ധത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ, അങ്ങനെ യുദ്ധത്തിന് പോകുന്നത് തന്നെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമോ, ഇതെല്ലാം ലോകരാജ്യങ്ങളും സവിശേഷമായ ശ്രദ്ധയോടുകൂടി, പ്രത്യേകിച്ച് ഇന്ത്യയെ പോലെ ലോകത്തെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ്, പാകിസ്ഥാനെ പോലെ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു രാജ്യം. ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുണ്ടാകുന്ന പ്രശ്നത്തെ ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടത് ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെയും ആവശ്യം കൂടി തന്നെയാണ്. കാരണം മേഖലയിൽ സമാധാനം സംരക്ഷിക്കുക എന്നുള്ളത്
പ്രധാന രാജ്യങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വമോ അല്ലെങ്കിൽ അവരുടെ കടമയോ അല്ലെങ്കിൽ അവരുടെ അനിവാര്യതയും ഒക്കെ വേണം. അതുകൊണ്ട് അവർക്ക് കൂടിയുള്ള ഒരു സന്ദേശം കൂടിയാണ് ഇപ്പോൾ എന്തായാലും നൽകിയിരിക്കുന്നത്. എന്തായാലും ഇനി എന്താണ് നടപ്പാക്കാൻ പോകുന്നതെന്ന് ഈ മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള മാധ്യമങ്ങളെ കാണുമ്പോൾ അത്തരം സൂചനകൾ കൂടി ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. യെസ്, കിരണിലേക്ക് തിരിച്ചു വരാം. അതിശക്തമായി തിരിച്ചടിക്ക് ഇന്ത്യ തയ്യാറെടുക്കും. അതോടൊപ്പം തന്നെ നയതന്ത്ര തലത്തിലടക്കം ഏതൊക്കെ നിലയിൽ പാകിസ്ഥാൻ ഇതിന് മറുപടി നൽകാമോ അത്തരം മറുപടികൾ ഉറപ്പായും ഉണ്ടാകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത്. പക്ഷേ അത്തരം നീക്കങ്ങൾ അത് അതീവ രഹസ്യമായി മാത്രമേ നടത്താനും സാധിക്കുകയുള്ളൂ. ഭീകരതയ്ക്ക് ശക്തമായി തിരിച്ചടി നൽകാൻ ഒരുങ്ങുകയാണ് രാജ്യം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഭീകരാക്രമണം നടന്ന ബൈസാരൻ സന്ദർശിച്ച സാഹചര്യം വിലയിരുത്തുകയുണ്ടായി. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച അമിത്ഷാ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. കുറ്റവാളികളെ വെറുതെ വിടില്ല എന്ന് അമിത്ഷാ പ്രതികരിച്ചു. പഹൽഗാമിൽ കൂട്ടക്കുരുതി നടത്തിയ തീവ്രവാദികളെ തിരിച്ചറിഞ്ഞു. ആസിഫ് ഷെയ്ഖ്, ആദിൽ ഗുരി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. 7 പേരായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത്. സൈനിക വേഷത്തിലായിരുന്നു ഇവർ എത്തിയത്. 4 പേരാണ് ആക്രമണം നടത്തിയത്. 3 പേർ സ്ഥിതിഗതികൾ വീക്ഷിച്ച് കാവൽ നിന്നു. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഇവർ ഹെൽമറ്റിൽ ഘടിപ്പിച്ച ക്യാമറയിൽ പകർത്തി. ആദിൽ ഗുരു പാകിസ്ഥാനിൽ പോയി പരിശീലനം നേടിയ ആൾ ആണ്. സംഘത്തിലെ 2 പേർ പാകിസ്ഥാനികൾ എന്നാണ് വിവരം. ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന സംഘടന ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. ലഷ്കർ ഇ തോയ്ബയുമായി ബന്ധമുള്ള സംഘടനയാണ് ഇത്. ഭീകരർ ഉപയോഗിച്ചത് എന്ന് സംശയിക്കുന്ന ബൈക്കും കണ്ടെത്തി. ആക്രമണം നടന്നതിന് അടുത്തു നിന്നാണ് ബൈക്ക് കണ്ടെത്തിയിട്ടുള്ളത്. ഉടമയെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്.